22 വർഷമായി ഗൾഫിലാണ്. എന്നിട്ടും സ്വന്തം വീട് ഇതുവരെ ആയിട്ടില്ല. വിഷമിക്കണ്ട, നിങ്ങൾ തനിച്ചല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന നൂറുകണക്കിന് ഗൾഫ് മലയാളികൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അവരുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ വല്ലാണ്ട് ബേജാറാവുന്നത് കാണാം. സ്വന്തം ആഗ്രഹങ്ങളൊക്കെയും മാറ്റി മാറ്റി വെച്ച് ഓരോ റിയാലും ദിർഹമും കയ്യിൽ ഇറുകെ പിടിച്ച് കൂട്ടിക്കൂട്ടി വെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ വന്ന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ചുരുട്ടി പിടിച്ചതൊക്കെ ബലമായി എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്താ ചെയ്യുക? ലീവിന് നാട്ടിലെത്തിയാൽ നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം എന്താ? വീട് പണി ഇതുവരെ തുടങ്ങിയില്ലേ? കൂട്ടത്തിൽ ഇങ്ങനെയൊന്നും പോരാ മോനെ എന്ന മറ്റുള്ളൊരു ഉപദേശവും. വെറുതെ ഒന്ന് മനസ്സ് വിഷമിപ്പിക്കാൻ അല്ലാതെ ഒരു ഉദ്ദേശവും ഇക്കൂട്ടർക്കില്ല. വല്ലാണ്ട് മനസ്സ് വിങ്ങുമ്പോൾ ഇത്തവണ എന്തായാലും എന്നൊക്കെ ഒരു ഉറച്ച തീരുമാനം എടുക്കും. ആ ചൂടിൽ ആരെയൊക്കെയോ വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഒന്നുറക്കമുണരുമ്പോഴേക്കും തിരിച്ചു പോകാനുള്ള സമയമാവും. വീടാനുള്ള കടത്തിന്റെ കണക്ക് ബുക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് എമിഗ്രേഷന് മുമ്പിൽ നിൽക്കുമ്പോൾ അടുത്ത ലീവിന് എന്തായാലും എന്നൊക്കെ ഒരു ഉറച്ച നീയത്തുമായി ബോർഡിങ്ങിനായി നടക്കും. കടം വീട്ടുന്നതിന് മുമ്പ് അടുത്ത ലീവിന് സമയമാവും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് പ്രവാസിയുടെ ചാക്രികക്കണി. ഇതാരുടെയും തെറ്റല്ല, പക്ഷേ നമുക്കിതിൽ നിന്ന് പുറത്തു കടന്നേ പറ്റൂ. ഞാൻ സലീമാണ്, പ്രവാസിതം ഹബ് കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ. ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ചിത്രമുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ എൻ്റെ 90 മിനിറ്റുള്ള ഒരു വെബിനാർ നിങ്ങൾക്കുള്ളതാണ്. താഴെയുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ 9074 565 969 എന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് ടൈപ്പ് ചെയ്താൽ മതി.